എല്ലാവർക്കും കുബു സ്റ്റാറ്റ്സിലേക്ക് സ്വാഗതം. പഠിച്ചത് തലയിൽ കയറുന്നില്ലേ? ഒരേ ക്ലാസ്, ഒരേ ടീച്ചർ, ഒരേ ബുക്ക്. നന്നായി പഠിച്ചാൽ പോലും മാർക്ക് വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തായ ക്ലാസ് ടോപ്പറിന് ഉയർന്ന മാർക്കും നിങ്ങൾക്ക് ആവറേജിൽ താഴെയുമാണോ മാർക്ക്? എങ്കിൽ നിങ്ങളും ആ ടോപ്പേഴ്സ് ലിസ്റ്റിൽ പെടാനും ഉയർന്ന മാർക്ക് വാങ്ങാനും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നം നിങ്ങളുടെ തലച്ചോറിൻ്റെയോ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ അല്ല, മറിച്ച് തെറ്റായ പഠന രീതിയുടേതാണ് എന്നതാണ്. ജപ്പാനിലെ വിദ്യാർത്ഥികൾ നൂറ്റാണ്ടുകളായി ചില രഹസ്യ വിജയ പഠന രീതികൾ പിന്തുടരുന്നു. നമുക്കിടയിലെ ടോപ്പേഴ്സിന് അറിയാവുന്നതും നമ്മളോട് ഷെയർ ചെയ്യാത്തതുമായ ഈ ജാപ്പനീസ് പഠന രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് പഠനതന്ത്രം എന്നതിലുപരി നിങ്ങളുടെ പഠനത്തോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ തലച്ചോറിൻ്റെ യഥാർത്ഥ ശക്തി അൺലോക്ക് ചെയ്യുന്ന താക്കോലാണ്. ഒന്നാമത്തെ രഹസ്യം, വിഷ്വൽ മെമ്മറി മാജിക്, ദ കാഞ്ചി റീകോൾ മെത്തേഡ്. ഇത് കാഞ്ചി റീകോൾ മെത്തേഡ് നമ്മുടെ പഠനം തലച്ചോറിൻ്റെ ഭാഷയിൽ ആക്കുക എന്നതാണ്. നമ്മുടെ എല്ലാം തലച്ചോർ ഒരു ടെസ്റ്റ് റീഡർ അല്ല, മറിച്ച് ഒരു ഹൈ ഡെഫിനിഷൻ പിക്ചർ പ്രൊസസ്സറാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ പൂർവികരെ ഒന്ന് ഓർത്തു നോക്കുക. അവർക്ക് പുസ്തകത്തിലെ ഡെഫിനിഷൻ ഒന്നും അറിയില്ല, മറിച്ച് പഴങ്ങൾ നിറഞ്ഞ മരങ്ങളുടെ സ്ഥാനം, വിഷജന്തുക്കളുടെ ചിത്രം തുടങ്ങിയവ അവർ ഓർത്തുവയ്ക്കും. കാരണം ചിത്രങ്ങൾ ഓർത്തുവയ്ക്കാൻ മനുഷ്യന് പ്രത്യേകമായൊരു കഴിവുണ്ട്. ഈ മെത്തേഡാണ് നമ്മൾ ഒന്നാമതായി പഠനത്തിൽ കൊണ്ടുവരേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. പുസ്തകത്തിലെ ആ ബോറിംഗ് നിർവചനം മറന്നേക്കൂ, പകരം മനസ്സിലൊരു ചിത്രം കാണുക. ഒരു വലിയ മൈതാനത്തിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു ഫുട്ബോൾ ഉണ്ട്. നിങ്ങളതിനെ തട്ടുന്നത് വരെ അത് അനങ്ങില്ല. ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വിൽ സ്റ്റേ അറ്റ് റെസ്റ്റ്. പെട്ടെന്ന് നിങ്ങൾ ശക്തമായി ആ പന്തിനെ കിക്ക് ചെയ്യുന്നു. അത് ഉരുണ്ടു പോകാൻ തുടങ്ങുന്നു. മറ്റൊരു കളിക്കാരൻ തടയുന്നത് വരെയോ ഹർഷണം കാരണം പന്ത് നിൽക്കുന്നത് വരെയോ അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ സ്റ്റേയ്സ് ഇൻ മോഷൻ. ഇപ്പോൾ ന്യൂട്ടൻ്റെ നിയമം നിങ്ങളുടെ തലച്ചോറിന് അനുഭവമായി മാറി. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾ മറക്കാതിരിക്കും. രണ്ടാമത്തെ ഉദാഹരണം, ബയോളജിയിലെ പ്രകാശ സംശ്ലേഷണം നോക്കാം, ഫോട്ടോസിന്തസിസ്. ഇത് പഠിക്കാൻ ഒരു ചെടിയെ ഷെഫായി സങ്കല്പിക്കുക. ചെടിയുടെ ഇലകളാണ് അടുക്കള. സൂര്യപ്രകാശം എന്ന സ്റ്റൗ ഉപയോഗിച്ച് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും എന്ന ചേരുവകളാക്കി തനിക്ക് വേണ്ട ഊർജം, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ, അതായത് ചെടിയുടെ ബൈ പ്രോഡക്റ്റാണ് നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ. ഈ കഥ ഓർത്തു വെച്ചാൽ പ്രകാശ സംശ്ലേഷണം പഠിച്ചു. ഇതുപോലെ ഓർത്തു വെക്കുന്ന വിചിത്രമായ ആശയങ്ങൾ തലച്ചോറ് വേഗം പിടിച്ചെടുക്കും. അതിനാൽ അവ മറന്നു പോകാതെ ഓർത്തിരിക്കും. രണ്ടാമത്തെ രഹസ്യം, 5 ടൈം റൈറ്റിംഗ് റൂൾ. ഇത് കേൾക്കുമ്പോൾ 5 പ്രാവശ്യം കോപ്പി റൈറ്റിംഗ് ചെയ്യുകയാണെന്ന് വിചാരിക്കരുതേ. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. 5 പ്രാവശ്യം 5 രീതിയിലാണ് എഴുതുന്നത്. ഒന്നാമത്തേത്, ദ ഒറിജിനൽ ഡെഫിനിഷൻ. പഠിക്കാനുള്ള കാര്യം പുസ്തകം നോക്കി ഒരു പ്രാവശ്യം അതേപടി എഴുതി നോക്കുക. ഇത് വിഷയത്തിൻ്റെ യഥാർത്ഥ ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി രണ്ടാമത്തത്, ഇൻ യുവർ ഓൺ വേർഡ്സ്, സ്വന്തം വാക്കുകളിൽ. പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയതെന്തോ അത് സ്വന്തം വാക്കിൽ എഴുതുക. ഈ ഘട്ടത്തിലാണ് യഥാർത്ഥ പഠനം ആരംഭിക്കുന്നത്. മൂന്നാമത്തത്, ദ ഡയഗ്രാം. പഠിച്ച ആശയത്തെ ഒരു ചിത്രമായോ ഒരു ഫ്ലോർ ചാർട്ടായോ മൈൻഡ് മാപ്പായോ വരച്ചു വെക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ക്രിയേറ്റീവ് ഭാഗത്തെ ഉണർത്തും, പകരം പഠനം രസകരമാകുകയും ചെയ്യും. നാലാമത്, ആസ് എ സ്റ്റോറി. നിങ്ങൾ പഠിച്ച ആശയത്തെ ഒരു കൊച്ചു കഥയാക്കി മാറ്റുക. കഥാപാത്രങ്ങളെ നൽകി കഥയെ ജീവനുള്ളതാക്കുക. ഇത് തലച്ചോറൊരിക്കലും മറക്കില്ല. അടുത്തത് അഞ്ചാമത്തത് ടീച്ചർ ഫ്രണ്ടാണ്. ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ തൻ്റെ സുഹൃത്തിനെ ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ സാധിക്കും എന്ന രീതിയിൽ സംഭാഷണ രൂപത്തിൽ എഴുതുക. സംശയങ്ങൾ ചോദിക്കുന്നതും അതിൻ്റെ ഉത്തരം പറയുന്നതുമെല്ലാം എഴുതി വയ്ക്കുക. ഇതാണ് 5 ടൈം റൈറ്റിംഗ് ടൂൾ. അയ്യോ, 5 പ്രാവശ്യം ആരെക്കൊണ്ട് എഴുതാൻ പറ്റും, അതും ഈ രീതിയിലല്ലേ? ഇങ്ങനെ ചെയ്താൽ 100% മാർക്ക് ഉറപ്പാണ്. ഇനി തീർത്തും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ടെക്നിക്കെങ്കിലും ഉപയോഗിക്കുക. അതുവഴി നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. വെറുതെ വായിച്ചിരിക്കുന്ന നിഷ്ക്രിയ പഠിതാവാകാതെ സ്വന്തമായി നോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സക്രിയ പഠിതാവാകുക. രഹസ്യം 3, എംപ്റ്റി കപ്പ് മൈൻഡ് സെറ്റ്. അനാവശ്യമായ ചിന്തകളില്ലാതെ മനസ്സിനെ ശൂന്യമാക്കുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എഴുതാനായി 2 ബ്ലാക്ക് ബോർഡുകൾ തന്നു എന്ന് വിചാരിക്കുക. അതിലൊരു ബോർഡ് നിറയെ എഴുതിയിട്ടുണ്ട്, ഒരു ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ സ്വാഭാവികമായും ഒന്നും എഴുതാത്ത ബോർഡായിരിക്കില്ലേ തിരഞ്ഞെടുക്കുക. അതുപോലെയാവണം പഠന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും.
നിറഞ്ഞ കപ്പിൽ വീണ്ടും വെള്ളമൊഴിക്കാൻ പറ്റില്ല, എന്നാൽ ഒഴിഞ്ഞ കപ്പിൽ നന്നായി വെള്ളമൊഴിക്കാം. ഇതുപോലെ എല്ലാം അറിയാമെന്ന അഹങ്കാരമോ അല്ലെങ്കിൽ പരീക്ഷയുടെ മാർക്കാണ് വിജയത്തിൻ്റെ അളവുകോലെന്ന് ചിന്തിച്ച് പരീക്ഷയെ പേടി നിറഞ്ഞ മനസ്സോടെ പഠിക്കാനിരിക്കരുത്. മറിച്ച് ചിന്തകളെ കടിഞ്ഞാനിട്ട് MD കപ്പാക്കുക. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആകാമെന്ന് നോക്കാം. പഠിക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കി ഒന്നും ചിന്തിക്കാതെ ഏകാഗ്രതയോടെ ഇരിക്കുക. ശേഷം രസകരമായൊരു പുതിയ കാര്യം പഠിക്കാൻ ഞാൻ തുടങ്ങുകയാണെന്ന് മനസ്സിനോട് പറയുക. തുടർന്ന് മാർക്കിന് വേണ്ടി പഠിക്കാതെ അറിവിന് വേണ്ടി പഠിക്കുക. അപ്പോൾ മാർക്ക് ഒരു ബൈ പ്രോഡക്റ്റായി നിങ്ങളെ തേടി വരും. രഹസ്യം 4. ചെയിൻ ലേണിംഗ്. വിഷയങ്ങളെ കോർത്തിണക്കി പഠിക്കൽ. ക്ലാസ് റൂമിൽ കണക്കും കെമിസ്ട്രിയും ഫിസിക്സുമെല്ലാം പ്രത്യേക ചട്ടക്കൂടിലാണെങ്കിൽ യഥാർത്ഥ ലോകത്ത് അവയെല്ലാം ഒരുമിച്ച് കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ജപ്പാനിലെയും ചൈനയിലെയും എലൈറ്റ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ചെയിൻ ലേണിംഗ് പഠന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അവർ ഒരാശയത്തെ ഒരു വിഷയത്തിൽ ഒതുക്കുന്നില്ല. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് നോക്കാം. ശതമാനം എന്ന ആശയത്തെ ഉദാഹരണമായിട്ടെടുക്കാം. ഗണിതത്തിൽ ശതമാനം എങ്ങനെ കണക്ക് കൂട്ടണം എന്ന ഫോർമുല നമ്മളെ പഠിപ്പിക്കുന്നു. രസതന്ത്രത്തിൽ ഒരു സംയുക്തത്തിൽ ഓരോ മൂലകവും എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ജലത്തിൽ 89% ഓക്സിജൻ തുടങ്ങിയവ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലാഭത്തിൻ്റെ ശതമാനം, പലിശ നിരക്ക്, വിപണിയിലെ വളർച്ചാ നിരക്ക് എന്നിവ കണക്കാക്കാൻ ഇതേ ആശയം ഉപയോഗിക്കുന്നു. ചരിത്രത്തിൽ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ വർധനവിൻ്റെ ശതമാനം വിശകലനം ചെയ്യാൻ സാധിക്കുന്നു. ഒറ്റ ആശയത്തെ വിവിധ വിഷയങ്ങളിൽ ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ആ ആശയം ഒരൊറ്റ തുരുത്തായി കിടക്കുന്നു. ഈ ന്യൂറൽ നെറ്റ്വർക്കിലൂടെ പഠിച്ചത് മറക്കില്ല, ആഴത്തിൽ പതിക്കുന്നു. പരീക്ഷയ്ക്ക് മാത്രമല്ല, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കൂടിയാണിത്. പഠനത്തെ ഭാരമായി കണക്കാക്കാതെ ഒരു കലയായി കാണുക. അപ്പോൾ പഠനം കൂടുതൽ രസകരമാവും. ഈ വീഡിയോയിൽ പറഞ്ഞ 4 പഠന രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.